കേൾക്കുന്ന പാട്ട് എൻ ജീവനെ, അത് നമ്മളവരോട് ഒരു കാര്യം വിളിച്ച് ആവശ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും കണക്കൂട്ടലുകളൊക്കെ കാണും. എനിക്ക് എന്നെ പാടിക്കാൻ ചാൻസ് തരാൻ കെൽപ്പുള്ളവർക്കൊക്കെ അറിയാം ഞാനാണിത് പാടിയതെന്നുള്ളത്. എന്നിട്ടും പിന്നെ എന്താണ് അതൊന്നും സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ സൗഹൃദം നഷ്ടപ്പെടും. അതിന് ഞാൻ വലിയ വില കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ കരുതുന്നില്ലെങ്കിലോ, സുഹൃത്ബന്ധമായും പ്രൊഫഷൻ വേറെയുമായും കരുതുന്ന ആൾക്കാരാണ്. ഇത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ പാട്ട് ഉണ്ടാക്കിയിരിക്കുക. പക്ഷെ അത് പടത്തിലില്ല. സ്റ്റേജിന് പുറകിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഞാനാണ് കൂടെ പാടുന്നത്, എനിക്ക് പേടിയുണ്ട്, തെറ്റുകൾ ഉണ്ടാവണം, യു മേക്ക് മിസ്റ്റേക്സ് ബട്ട് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. അന്നതെനിക്ക് എന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു. നമസ്കാരം. സി മലയാളം ന്യൂസിൽ ഇന്നത്തെ അതിഥി പിന്നണി ഗായിക ശ്രീമതി PV പ്രീതയാണ്. PV പ്രീത സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്ന അവസരം വളരെ പ്രത്യേകതയുള്ളതാണ്. ദേവദൂതൻ എന്ന സിനിമയുടെ റിലീസ് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ട് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ദേവദൂതൻ എന്ന സിനിമയ്ക്കൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ട പേരായിരുന്നു PV പ്രീതയും. കരളെ നിൻ കൈപിടിച്ചാൽ എന്ന ഗാനമാണ്. അതിന് മുമ്പും പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗായിക ഇവിടെ ഉണ്ട് എന്ന് സിനിമ ഇൻഡസ്ട്രിയും അതുപോലെ ആസ്വാദകർ മൊത്തത്തിൽ അറിഞ്ഞത് ആ ഒരു പാട്ടിലൂടെയാണ്. അതിന് നിഷേധിക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദേവദൂതനോട് ചേർത്ത് വേണം PV പ്രീത എന്ന ഗായികയെ കൂടെ നമുക്ക് കാണാൻ. സ്വാഗതം. നമസ്കാരം ചേച്ചി. താങ്ക് യു വിനോദ്. ഇപ്പോൾ ദേവദൂതൻ്റെ റിലീസ് വന്നു. ഈ പറഞ്ഞ പോലെ ദേവദൂതനിൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ട കരളേനിൻ കൈപിടിച്ചാൽ എന്ന പാട്ട് പാടിയ PV പ്രീത എന്ന ഗായിക, ആ ഗായികയും വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്. കാര്യം സിനിമ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിലെ പാട്ടുകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണല്ലോ. ഇപ്പോൾ എന്താ, മ്യൂസിക്കൽ മൂവിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാട്ടുകൾ അന്നേ പിക്ചർ അധികം അത്ര ഓടിയില്ലെങ്കിലും പാട്ടുകൾ വളരെ നന്നായി ആൾക്കാർ സ്വീകരിച്ചു. അപ്പോൾ വീണ്ടും ഇപ്പം ബിനോയ് പറഞ്ഞ പോലെ മറന്നിരുന്ന ഒരു പേരാണ് PV പ്രീത. ദേവദൂതനോട് ചേർത്ത മാത്രമേ എൻ്റെ പേര് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് സന്തോഷവും തരുന്നത്. അപ്പം വീണ്ടും അതിൻ്റെ റിലീസ് ഞാൻ അന്നും തിയേറ്ററിൽ പോയി കണ്ടില്ല മൂവി. ഞാനന്ന് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന 1 month ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഈ തവണ റിലീസ് ചെയ്തത് എനിക്കും ഇങ്ങനെ തിയേറ്ററിൽ എൻ്റെ പേര് എഴുതി കാണിക്കുന്നതും, ഞാൻ ഫസ്റ്റ് ഷോ ആണ് പോയത്. അപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസിൻ്റെ ഹർഷാരവങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ദേവദൂതൻ കാണാൻ സാധിച്ചു. വളരെ സന്തോഷം. അവിടെ ഈ ഹർഷാരവങ്ങൾ നടക്കുമ്പോൾ ഈ ആരവങ്ങൾ ഉയർത്തിയ ആൾക്കാർ അറിഞ്ഞോ പിന്നിൽ ഇരിപ്പുണ്ട് ഫസ്റ്റ് ഷോയ്ക്ക് ഈ ഗായിക എന്ന്? അവർക്ക് നല്ല തിയേറ്ററിലുണ്ടായിരുന്ന ആർക്കും അറിയില്ല എന്നല്ല പറയാം. 1-2 പേരൊക്കെ എന്നെ തിരിച്ചറിഞ്ഞിട്ട് വന്ന് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് ഉള്ള കാരണവും കൂടെ എന്താ വെച്ചാൽ, ഈ പടം അന്ന് ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. കുറച്ച് ചാനൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സിനിമയെ സംബന്ധിക്കുന്ന ചർച്ചകളോ അല്ലെങ്കിൽ പ്രമോഷൻ പ്രോഗ്രാംസോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഞാനൊന്നും അതിൻ്റെ ഒരു ഭാഗമേ ആയിട്ടുമില്ല. ഞാനെന്നുള്ളൊരു സിംഗറെ അറിയാം. പക്ഷേ ഈ അറിയാമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്നല്ല, ഞാൻ ഏഷ്യാനെറ്റിൽ സരിഗമ ചെയ്തിട്ടുള്ള എൻ്റെ ഓഡിയൻസ് അങ്ങനെയുള്ള കുറച്ച് ഏജ്ഡായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരിപ്പോഴും വന്ന് കാണുമ്പോൾ മീറ്റ് ചെയ്ത് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അറിയാം. പക്ഷേ ഈ പാട്ട് പാടിയത് ഞാനാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അതിന് ഒന്ന് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് കൂടുതലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ഈ റിലീസ് അതിനു കൂടെ വേണ്ടിയിട്ടാണ്. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ പാടിയ എന്നെ കൂടെ ആൾക്കാർ ആസ്വാദകർ ആ പരിഗണനയോടെ കാണണം എന്നൊരു ആഗ്രഹം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നല്ലേ? തിരിച്ചറിയപ്പെടുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ആർട്ട് ആളുകളിലേക്ക് എത്തി, അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നറിയുന്നതും, അത് പാടിയത് അല്ലെങ്കിൽ അത് ആടിയത് അല്ലെങ്കിൽ ആക്ട് ചെയ്തത് ഇന്ന ആളാണ് എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിയപ്പെടുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ മാതിരി അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഹിറ്റായിട്ടുള്ളൊരു സോങ്ങാണ്, പക്ഷേ അത് സംബന്ധിക്കുന്ന ഒരു ചർച്ചകളിലോ ഈ പ്രമോഷൻ അങ്ങനെ ഈ ഒരുപാട് ഇപ്പോഴല്ലേ ഉള്ളത് ഈ ഫിലിംസിൻ്റെ, ഒന്നും എനിക്ക് ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ട് തന്നെയുണ്ട്. അപ്പം അതെല്ലാം ഇപ്പം സാധിക്കും. ഒരു കാവ്യനീതി എന്നുള്ളത് പോലെ അല്ലേ? തീർച്ചയായും. അത് ഒരു പാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോഴും അതും വിദ്യാസാഗറാണ് മ്യൂസിക്. വിദ്യാസാഗർ കത്തി നിൽക്കുന്ന ഒരു സമയം കൂടെയാണ്. അദ്ദേഹം എവിടെ തൊട്ടാലും അദ്ദേഹത്തിൻ്റെ മെലഡികൾ ഇങ്ങനെ
മലയാളത്തിൽ ഇങ്ങനെ വടംവരത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സിനിമയിൽ യേശുദാസ് പാടിയിട്ടുണ്ട്. ചേച്ചിയും യേശുദാസ് ഒരുമിച്ചാണ് പാടിയത്. ജയചന്ദ്രനാണ് പൂവേ പൂവേ പാല പൂവേ എന്നുള്ള പാട്ട് പാടിയത്. പിന്നെ മോഹൻലാലിന്റെ പ്രസൻസ്, ആ ആക്ടർ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ബാക്കി ഈ ഒരു മ്യൂസിക് ടീം വിദ്യാസാഗർ, യേശുദാസ്, ജയചന്ദ്രൻ, അവരോടൊപ്പം പ്രിയ ചേച്ചിക്കും പാടാൻ പറ്റി. ഇതൊരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, മുമ്പും പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെ ആ ഒരു ടീമിലേക്ക് വിദ്യാസാഗറിൻ്റെ അടുത്തേക്കൊക്കെ എത്തി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു റീ റിലീസിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ നോക്കാനൊരു രസമായിരിക്കും. ഒന്ന് ഓർത്ത് പറഞ്ഞേ. അത് മാക്ട സംഘടിപ്പിച്ച ബാബുക്ക നൈറ്റ് കോഴിക്കോട് നടക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ അന്ന് ഞാൻ വായിക്കുകയാണ് വെള്ളി നക്ഷത്രത്തിൽ സിബി സാർ ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്ന മൂവി സിബി സാർ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ലാലേട്ടൻ പ്രകൃതി ചികിത്സയൊക്കെ ചെയ്ത് തടിയൊക്കെ നരസിംഹത്തിന് ശേഷമുള്ള മൂവിയാണ്. തടിയൊക്കെ കുറയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഒരു മ്യൂസീഷ്യൻ്റെ റോളാണ്. വിദ്യാജിയാണ് മ്യൂസിക്, സിയാദ് കോക്കേഴ്സ് ബാനറാണ്. അതൊക്കെ എല്ലാവരിലും ഉപരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ്സാണ് ജയപ്രദ മാം. അവർ മലയാളത്തിൽ ഫസ്റ്റ് അഭിനയിക്കാൻ പോണു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ വായിച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പോയി. ഞാൻ പ്രോഗ്രാമിന് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പ്രോഗ്രാമിന് സ്റ്റേജിൻ്റെ പിന്നിൽ രജപുത്ര പ്രൊഡക്ഷൻസ് രഞ്ജിത്തേട്ടനില്ലേ, ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്തേട്ടൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, പ്രീത സിബി സാറിനെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, ചെല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാറ് പറഞ്ഞു, സാർ ഞാൻ രാവിലെ വായിച്ച ഡീറ്റെയിൽസ് എല്ലാം സാർ ഇങ്ങോട്ട് പറയാം. അപ്പം ആ പടത്തിലേക്ക് ഒരു ന്യൂ ഫേസിന് വേണ്ടിയിട്ടൊരു ഒരു ഫ്രഷ് വോയിസ് നമ്മൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കണം. പ്രീത വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് അതൊന്ന് പാടി നോക്കണം എന്ന്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം അന്ന് രാവിലെ ഞാൻ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു സൂചന പോലും ഇല്ലല്ലോ. അപ്പോൾ ഇത് പാടി നോക്കാനുള്ളൊരു ക്ഷണമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വായിച്ചത് തന്നെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നി. അങ്ങനെയാണ് ഞാൻ വിദ്യാജിയുടെ സ്റ്റുഡിയോയിലേക്ക് യാത്രയാകുന്നത്. അത് ഈ പാടാൻ വിളിക്കുവാണെന്ന് മനസ്സിലായോ? അപ്പോൾ അത് സാറ് പറയുകയാണല്ലോ, ഒരു ന്യൂ ഫേസിന് വേണ്ടിയിട്ട് ഒരു വോയിസ് നമ്മൾ ട്രൈ ചെയ്യുകയാണ്. വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ പോയി പാടി നോക്കണം, അടുത്ത ദിവസങ്ങളിൽ തന്നെ പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മളതിനെ ഉൾക്കൊണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. സ്വപ്നമായിരുന്നു ഈ വിദ്യാജി. എന്തായാലും ഞാൻ മോനെ 6 months പ്രഗ്നൻ്റ് ആയിരുന്ന സമയമായിരുന്നു. ഉടനെ തന്നെ നമുക്ക് ആദ്യം പെട്ടെന്ന് വരുന്ന വികാരം എന്തായിരിക്കും? എക്സൈറ്റ്മെൻറ്റ്. ഇതെല്ലാറ്റിലും ഉപരി അയ്യോ കിടില ഒന്ന് കിടുങ്ങും നമ്മൾ, എന്തായിരിക്കും എന്നുള്ള ഒരു ഭീതി. പക്ഷേ ആ സ്റ്റുഡിയോയിലെത്തി തലേ ദിവസം പാട്ട് പഠിപ്പിച്ചപ്പോൾ പൂവേ പൂവയാണ് പഠിപ്പിച്ചത്. അതവിടെ ജയചന്ദ്രൻ മാഷ് പാടിയത് ഇട്ടിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തത് ഇട്ട് തന്ന് ഫീമെയിൽ പോർഷൻ പാടുകയായിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് പാടിയത് കേട്ടോ. അദ്ദേഹം അങ്ങനെ ആയിരുന്നു അന്ന് ചെയ്തത്. തലേ ദിവസം പഠിപ്പിച്ച് പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്യുന്നു. അറ്റ് എ ടൈം ഒരുപാട് മൂവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു വിദ്യാജിയും തോന്നുന്നു. അവിടെ പോയി അത് ചെയ്ത് ഇങ്ങനെ പ്രോഗ്രാം അങ്ങനെയൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ നെക്സ്റ്റ് ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വിദ്യാജി. അപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന പാട്ട് എൻ ജീവനെ, അത് ജാനകിയമ്മ പാടിയിട്ട ഫുൾ സ്പീക്കറിൽ ഇങ്ങനെ ആ സ്റ്റുഡിയോയിൽ ഇങ്ങനെ അലയടിക്കുന്നതാണ് കേട്ടത്. അപ്പോൾ ഇത് ഈ മൂവിയിലെ പാട്ടാണ്. ജാനകിയമ്മ അപ്പം അല്ല കേട്ടോ, പാടി പോയി കഴിഞ്ഞതിന് ശേഷം അതവിടെ ഇട്ടിരിക്കുന്നതാണ്. എനിവേസ് അപ്പം തന്നെ എനിക്കിങ്ങനെ ആ പാട്ടിനൊരു ഉള്ളിലൊരു വേദന അവശേഷിപ്പിക്കുന്ന ഒരു സോങ് അല്ലേ. നമുക്ക് പിക്ചറൈസേഷനോ കഥയോ ഒന്നും അറിയാതെ തന്നെ നമുക്ക് അങ്ങനെ സഞ്ചരിച്ചു പോകും നമ്മൾ ആ പാട്ടിനൊപ്പം. അതിനുശേഷം പൂവേ പാടി. അപ്പോൾ എനിക്ക് കൺസോളിലിരുന്ന് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന കമ്പോസറെ കാണുമ്പോൾ നമുക്ക് പകുതി ടെൻഷൻ കുറയും. പക്ഷെ നമ്മൾ പാടുന്നത് കുഴപ്പമില്ല. നമ്മൾ പാടുന്ന 2 പാടി ശരിയായില്ല, 3 പാടി ശരിയായില്ല, പതുക്കെ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറുകയാണെങ്കിലുണ്ടല്ലോ ഇപ്പം നിൽക്കുന്ന നമ്മുടെ എനർജി പോവും. പക്ഷെ അവരൊക്കെ വലിയ ലെജൻസ് അല്ലേ, അവർക്ക് അറിയാം പേടിച്ചരണ്ട് നിൽക്കുന്ന ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ആദ്യത്തെ പാട്ട് പാടി. വൺ മോർ സോങ് ഇസ് ദെയർ, അന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞ് ഈ പാട്ട് പറഞ്ഞു തരികയാണ്. അപ്പം തന്നെ പറഞ്ഞു തന്ന് അപ്പം പാടുമായിരുന്നു ദേവദൂതൻ. അപ്പം തന്നെ പാടി, അപ്പോഴാണ് പഠിപ്പിച്ചത്. ഈ പറഞ്ഞ കരളേതിൻ കൈ പിടിച്ചാൽ ചുമ്മാ ഒന്ന് പാടി കേച്ചു. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൽ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്.
മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യത്തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി എന്നു വരും നീ തിരികെ എന്നു വരും നീ എന്നു വരും നീ തിരികെ എന്നു വരും നീ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ദേവദൂതൻ റിലീസാകുന്നത്. അപ്പോൾ അന്ന് ഈ പാട്ട് റേഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഈ പാട്ട് അറിയാമല്ലോ, പാട്ട് നമ്മളെ വല്ലാതെ കയറി പിടിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കൊരിക്കൽ അതൊന്ന് പാടിക്കേ എന്ന് ചേച്ചിയോട് പറഞ്ഞ് ആവശ്യപ്പെട്ട് ക്യാമറയുടെ മുന്നിൽ ഇരുത്തി പാടിക്കാൻ പറ്റുന്നു. ഈ പറഞ്ഞ ഒരു നീതി അതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ്. പ്രകൃതി എനിക്കും അങ്ങനെ ഒരു നീതി അത് ദൈവനിശ്ചയമാണ്. അല്ല, അതിനുശേഷം പിന്നീട് ചേച്ചിയായിട്ട് എനിക്ക് വളരെ അടുപ്പത്തിലെത്താനും സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട്. അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ചേച്ചിയോട് ഈ പറഞ്ഞ പോലെ അന്ന് ഡിഗ്രിക്കാരൻ ആയ എന്താണ് വളരെ കൗതുകത്തോടെ ആരാധനയോടെ കണ്ടിട്ടുള്ള അങ്ങനെ തന്നെയാണ് ചേച്ചിയോട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുത്തിയാവുന്ന പാടിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വല്ലാത്ത സന്തോഷത്തിലെത്തി. ഇനി വേറൊരു കാര്യം ചേച്ചി, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വീണ്ടും ദേവദൂതൻ ചർച്ചകളിലേക്ക് വരും. ഇതിനിടയ്ക്ക് ദേവദൂതൻ്റെ റിലീസാണ്. ഇതിനിടയ്ക്ക് എത്രയോ പാട്ടുകൾ ചേച്ചി പാടി. കാരിസ്റ്റനിലെ ബേണി ഇഗ്നീഷ്യസ് പാടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പാട്ടുകളും മഹാസമുദ്രത്തിലെ മാൻമിഴിപ്പൂ എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ പല പാട്ടുകളും പാടിയിട്ടുണ്ട്. അതുപോലെ ഡബ്ഡ് സിനിമകളിൽ ധാരാളം. അത് ഒരുപാട് അതെനിക്ക് മങ്കൊമ്പ് സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ് അങ്ങനെയുള്ള മൂവീസ് അദ്ദേഹം ഇപ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൂവീസിലേക്ക് വേണ്ടിയിട്ട് പാടാൻ എന്നെ വിളിക്കുന്നത് അദ്ദേഹമാണ്. സ്ഥിരമായിട്ട് ഒരുപാട് മൂവീസ് അങ്ങനെ പാടിയിട്ടുണ്ട്. അല്ല, ഞാനത് നോക്കുമ്പോൾ ശരിക്കും മലയാള സംഗീതം .info ഒക്കെ എടുത്ത് നോക്കി റെക്കോർഡ്സ് ഇങ്ങനെ നോക്കിയ സമയത്ത് ചേച്ചി ഏറ്റവും കൂടുതൽ പാടിച്ചിരിക്കുന്നത് ഇളയരാജയാണ്. അത് ഈ ഡബ്ബ് പാട്ട് ഈശ്വര, ഞാൻ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ പാടാനും വായ തുറക്കാനോ എന്നുള്ള ധൈര്യം ഇനിയും ആയിട്ടില്ല. അദ്ദേഹം മ്യൂസിഷ്യനാണെന്ന് അറിഞ്ഞാൽ പാടിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ പോകാൻ തന്നെ പേടിയാണ്. അല്ല, അത്തരം പേടികൾ, അത്തരം പിൻവലിയലുകൾ പ്രീത ചേച്ചിക്ക് അവസരങ്ങൾ കുറഞ്ഞുപോയി എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. അത്തരം പേടികൾ, അത്തരം പിൻവലിയലുകൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ സാഹചര്യങ്ങളോട് ചേർന്ന് നിന്ന് കൊടുക്കാതിരിക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ചേർന്ന് നിന്ന് കൊടുക്കാതെ നമ്മൾ സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാലത്തിലേക്ക് മാറി ഇല്ലേ? എന്ത് പ്രോഡക്റ്റിനാണെങ്കിൽ പോലും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഞാൻ വളരെ പുവറാണ്. എൻ്റെ പഴയ സ്കൂളാണ് ബിനോയ്, ഓൾഡ് സ്കൂളാണ്. അതായത് നമ്മളവരോട് ഒരു കാര്യം വിളിച്ച് ആവശ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും കണക്കൂട്ടലുകളൊക്കെ കാണും. സുഹൃത്തുക്കളാണ്, നമുക്ക് ഇൻഡസ്ട്രിയിൽ മുഴുവനും സുഹൃത്തുക്കളാണ്. ബിനോയ്ക്ക് അറിയാലോ. ഡിറക്ടേഴ്സും മ്യൂസിക് കമ്പോസേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നമുക്ക് അറിയാവുന്നവർ നമുക്ക് ഈ പാട്ട് പാടിയത് ഞാനാണ് എന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം. അതിനിപ്പോൾ ഒരു റിലീസ് വന്നതിന് ശേഷം അറിയേണ്ടതല്ലാതായിട്ട് എനിക്ക് എന്നെ പാടിക്കാൻ ചാൻസ് തരാൻ കെൽപ്പുള്ളവർക്കൊക്കെ അറിയാം ഞാനാണിത് പാടിയതെന്നുള്ളത്. എന്നിട്ടും പിന്നെ എന്താണ് അതൊന്നും സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ, അപ്പോൾ അവരെ കൊണ്ട് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാക്കിക്കേണ്ടത് ആരാണ്? മുകളിലുള്ള ആൾ തന്നെയാണ്. ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അത് സംഭവിച്ചില്ലെങ്കിൽ അതെനിക്കുള്ളതല്ല. അങ്ങനെ തന്നെയാണ് ഞാൻ. അങ്ങനെ പറയാം. എന്തായാലും ഞാൻ പാടുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ എങ്ങനെ പാടുന്നുള്ളത് നിങ്ങൾക്കറിയാം, ഞാൻ ഏതൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് അറിയാം. പിന്നെന്താ നിങ്ങൾ എന്നെ പാടിപ്പിക്കാത്തതെന്ന് ഈ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ടെന്നുകൊണ്ട് ചോദിക്കുന്നില്ലെന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പോൾ ആ സൗഹൃദം നഷ്ടപ്പെടും. അതിന് ഞാൻ വലിയ വില കൊടുക്കുന്നുണ്ട്. ഒരു പാട്ട് അപ്പോൾ അത് ശരിയാ, അപ്പോൾ എന്നോട് ഈ സൗഹൃദം വെച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ എന്നും ചിന്തിക്കാം ഇല്ലേ? അല്ല, ഒരു സിംഗർ ഒരു പ്രൊഫഷണലാണ്, ഒരു മ്യൂസിക് ഡയറക്ടറും പ്രൊഫഷണലാണ്. ഒരേ പ്രൊഫഷനിലുള്ള രണ്ടാൾക്കാർ സൗഹൃദം വയ്ക്കുന്നതും സൗഹൃദം വയ്ക്കാതിരിക്കുന്നതും അവരുടെ ആവശ്യം ഇത് തന്നെയാണല്ലോ. അവരങ്ങനെ കരുതുന്നില്ലെങ്കിലോ? സുഹൃത്ത് ബന്ധമായും പ്രൊഫഷൻ വേറെയുമായും കരുതുന്ന ആൾക്കാരാണ് പലരും. അത് നമുക്കും അറിയാം. അപ്പം നമ്മൾ ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ മേൽ പോയിട്ട് ചാൻസ്. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ തുറന്ന് പറയുകയും പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ചേട്ടാ എന്നെ ഒരു പാട്ടൊന്നും പാടിക്കരുത് കേട്ടോ, മേനക സുരേഷിനോട് ഞാൻ ചോദിക്കാറുണ്ട്. ചേട്ടൻ പ്രൊഡ്യൂസറൊക്കെ ഇല്ലേ, ചേട്ടൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും പാടിക്കാൻ സാധിക്കുമല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ബിനോയ് ഒരുപാട് റീസൺസ് ഉണ്ടാവും ഇതിൻ്റെ പിന്നിൽ.
അപ്പോൾ അത് എന്താ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങൾ, ഓരോരോ ഇഷ്ടങ്ങൾ, എന്തെങ്കിലുമൊക്കെ കുറേ റീസൺസ് ഉണ്ടാകും. ഒരു പടം ഇറങ്ങി നന്നായി തിയേറ്ററിൽ വരിക, പാട്ടുകൾ റെക്കോർഡ് ചെയ്ത പാട്ടുകൾ അതിൽ വരിക. ഇപ്പം മഹാസമുദ്രത്തിലെ സുരേഷിൻ്റെ പടമാണ്, ഞാൻ പാടിയതാണ്, കുട്ടൻ ചേട്ടനായിരുന്നു മ്യൂസിക്, എം ജയചന്ദ്രൻ. പക്ഷേ എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ പാട്ട് ഉണ്ടാക്കിയിരിക്കുക. പക്ഷേ അത് പടത്തിലില്ല എന്ന് പറയുമ്പം നമുക്ക് വിഷമമാണ്. പക്ഷെ പടത്തിലില്ലാണ്ടാവാൻ അവർക്കും മറ്റ് പല റീസൺസും കാണും. അപ്പം നമ്മളത് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വിചാരിച്ചിട്ട് അവരോടൊന്നും എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല, ഒരു വഴക്കുമില്ല, പരിഭവവുമില്ല, സന്തോഷം. നമ്മുടെ ഈ പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരികയാണ് ഓരോരോ കാര്യങ്ങൾ അല്ലേ. ഈ ദേവദൂതിൻ്റെ റിലീസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ചേച്ചി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം. ശരി, എവിടെയായിരുന്നു ഇത്ര നാളും എന്ന് ചോദിക്കാനേ, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ. പിന്നെ എനിക്ക് ഇപ്പം കോമൺ പീപ്പിൾ കുറേ പേർക്ക് അറിയില്ല, അവരൊക്കെ അറിഞ്ഞു വരുന്നു. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് പോലും അയ്യോ ഈ പാട്ട് പ്രീതിയാണോ പാടിയത് അറിയില്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. പക്ഷെ അവരാരും ഒരു പാട്ട് വിളിച്ച് തരാൻ കെൽപ്പുള്ള ആൾക്കാർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഉള്ളവർക്കൊക്കെ നേരത്തെ അറിയാം. അപ്പോൾ അവരെന്നെ ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്നിൽ എന്തെങ്കിലും മറ്റ് പാട്ടുകൾ അവർ കമ്പോസ് ചെയ്ത പാട്ടുകളാണ്, അത് പോരാ എന്ന് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ ആയിക്കൂടെ? ഞാൻ എല്ലാം തന്നാലിപ്പം പാടാം, അങ്ങനെ അവർ എന്നെ അങ്ങനെ കരുതി കാണില്ല. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ആൽബംസൊക്കെ കുറേ പാടി, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ സീരിയലിൽ, പിന്നെ അല്ലാതെയുള്ള കുറച്ച് ഫിലിംസൊക്കെ പാടിയതും പാടിപ്പിച്ചവരാരും അങ്ങനെ മോശമായിന്നോ അല്ലെങ്കിൽ പാടിപ്പിച്ചെടുക്കാൻ വലിയ പാടാണെന്നോ അങ്ങനൊന്നും കമൻറ്റ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ. അല്ല, പ്രീത പ്രതിഭയുള്ള ഗായിക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എനിക്ക് തോന്നുന്നൊരു പക്ഷേ ഈ പിൻവലിയിലാണ് ഞാൻ എങ്ങനെ പോയി ചോദിക്കും എന്നുള്ളത്. അതായിരിക്കും അത് ജാടയായിട്ട് കരുതാനെന്നതിനെക്കാട്ടിലും അവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത്. ചിലവരെ അങ്ങനെ ചാൻസ് ചോദിക്കുന്നവരെ ഭയങ്കര ശല്യമാണ് എന്നെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കത് ശല്യപ്പെടുത്തുമ്പോഴല്ലേ, അല്ലാതെ ഒരു ഫ്രണ്ട്ലി ടോക്ക് മനസ്സിലാക്കുന്നത്. ചേച്ചി പറഞ്ഞ പോലെ എല്ലാവരും പരസ്പരം ഇങ്ങനെ റിമൈൻഡ് ചെയ്യലുണ്ട്, ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു റിമൈൻഡ് ചെയ്യൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പ്രീത ചേച്ചി അത് കാണാത്തതാണോ, അത് മറന്നുപോയതാണോ? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു മാർക്കറ്റിങ്ങിന് പുഷ് ചെയ്യാൻ, എനിക്ക് എന്നെ തന്നെ പുഷ് ചെയ്യാൻ ഒരു മടിയുള്ള കൂട്ടത്തിലാണ് ആയിരുന്നു. ഇനിയിപ്പം ബിജോയൊക്കെ പറഞ്ഞില്ലേ, നോക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ല, അത് മമ്മൂട്ടി പറയുന്നതാണ്. ഞാനിപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോട്, എന്തൊരു പുതിയ ആൾക്കാരുടെ അടുത്ത് വിളിച്ചിട്ട് പിന്നെ നിന്റെ അടുത്ത പുതിയ പടം തുടങ്ങില്ല, ഞാൻ ഡേറ്റ് തന്നിരിക്കുന്നു എന്ന് പറയുന്നതും ഒരു ചാൻസ് ചോദിക്കലും ചാൻസ് കൊടുക്കലുമാണ് ഒരേ സമയം. അത് വ്യത്യാസമുണ്ട്. അല്ല, സൈജു കുറിപ്പ് ഒരിക്കൽ അടുത്തിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഈ പറഞ്ഞ ഞാൻ വിളിച്ചിട്ട് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഒരു പടം തുടങ്ങിയിട്ടുള്ള ഞാൻ സൈജു കുറിപ്പാണ്, എനിക്ക് പറ്റിയ വേഷമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ടോ എന്ന് ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. സൈജു കുറിപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് സ്ക്രീനിൽ വരുമ്പോൾ അല്ലെങ്കിൽ പാട്ടായി വരുമ്പോഴാണല്ലോ. പിന്നെ അതിൽ സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊന്നും ഒന്നുമേ അറിയാറില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരെ ഇപ്പോൾ ഒരു പടം അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ അതിന് ഇന്ന കമ്പോസറാണ് എന്നറിയുമ്പോഴേക്കും അവരെ ഇപ്പോൾ സൈജു കുറിപ്പ് പറഞ്ഞു എന്ന് പറയുന്നു. അതേപോലെ ഒരു സംഭവങ്ങളൊന്നും ഞാൻ അറിയാറില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ചില പ്രോഗ്രാമുകളൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ പോലും അത് നടന്നു കഴിഞ്ഞിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഫോട്ടോ ഒക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ അറിയാം, അയ്യോ ഇത് കഴിഞ്ഞോ. അപ്പോൾ അത് പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം അതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് പിന്നെ പോകേണ്ടതെന്ന് അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയാറില്ല. പലതും നടന്നു കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒരു പടം അനൗൺസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കുകൾ നടക്കുന്നതോ ഒന്നും പലതും അറിയാറില്ല. മറ്റൊരു കാര്യം ഈ പറഞ്ഞാൽ ഇനിയിപ്പം അടുത്തൊരു ചോദ്യമുണ്ട്. ദേവദൂതനൊക്കെ വന്നല്ലോ, റിലീസ് ആയതുപോലെ ആയിരിക്കും ആൾക്കാർ പലരും അതിനെ പുതിയ തലമുറയൊക്കെ. അതെ, തീർച്ചയായിട്ടും. യങ്സ്റ്റേഴ്സ് ആയിരുന്നു കൂടുതലും കേട്ടോ ആ പിക്ചർ കാണാനായിട്ട്. ഞാനന്ന് പോയ സമയത്തും പിന്നെ ഒരു കുറച്ച് ദിവസത്തേക്ക് സോൾഡ് ഔട്ട് ആയിരുന്നു, ടിക്കറ്റ് കിട്ടാനുണ്ടായില്ല. അപ്പോൾ യങ്സ്റ്റേഴ്സിനും അറിയാത്ത ആൾക്കുട്ടികളാണല്ലോ. അപ്പോൾ എൻ്റെ മോൻ്റെ പ്രായമുള്ളവർക്കൊന്നും അങ്ങനെ അത്ര അധികം അറിയില്ല. അപ്പോൾ അവരും ഒരുപോലെ ഈ പടത്തെ സ്വീകരിച്ചു. മാധവൻ്റെ അമ്മ ആണ് ഈ പാട്ട് പാടിയതല്ലേ എന്ന്. ഇതിലെ പാട്ടുകൾ എല്ലാം ഇടയ്ക്കൂടെ പറയേണ്ട ഒരു കാര്യം, മാധവന്റെ അമ്മ എന്ന് പറയുമ്പോൾ മാധവന് സ്വന്തമായിട്ട് അഡ്രസ് ഉള്ള ഒരാളാണ് മാധവൻ. പി വി പ്രീതയുടെ മകനാണ്.
അതിനപ്പുറത്ത് സ്വന്തമായിട്ട് വിലാസം എന്ന് പറഞ്ഞാൽ രൗദ്രം എന്ന് പറഞ്ഞ മമ്മൂട്ടി സിനിമയിൽ മമ്മൂട്ടിയുടെ മകനായിട്ട് അഭിനയിച്ച ബാലതാരമാണ്. ഇപ്പോൾ ആള് വളർന്നു, ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, ഇൻഫ്ലുവൻസർ ചെറിയ രീതിയിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 3 മൂവിയിൽ പാടി, വിനോയൻ മൂവിയിൽ പാടി. അത് ഫസ്റ്റ് സോങ് ഗോപി സുന്ദറിൻ്റെ മൂവി ഹേ ജൂഡ്, പിന്നെ ദീപക് ദേവിൻ്റെ ഒരു മ്യൂസിക്കിൽ പാടി, പിന്നെ മോഹൻ സിത്താര, മോഹൻ ചേട്ടൻ്റെ മകൻ മ്യൂസിക് ചെയ്തൊരു മൂവിയിൽ, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, അതിലൊക്കെ പാടി. പിന്നെ ഈ ആക്ടിങ് ആണ് ഭയങ്കര താല്പര്യം, ഏറ്റവും ഇഷ്ടമുള്ള പാഷൻ എന്ന് പറയുന്നത് ആക്ടിങ് ആണ്. പിന്നെ സ്വന്തമായിട്ടൊരു മ്യൂസിക് ബാൻഡ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്, അതുണ്ടാവും ഉടനെ. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ അന്വേഷിച്ച് വരുന്നുണ്ട് പലതും. ഫ്യൂച്ചർ സ്വയം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം, ഇപ്പോൾ പടമൊക്കെ ആയല്ലോ, പടം റിലീസായല്ലോ, ഇനിയിപ്പോൾ എന്താണ് ആരെങ്കിലും ഒക്കെ ഞാൻ അപ്പം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്, ചാൻസ് തരാൻ കെൽപ്പുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഇനി ഒരു റിലീസ് വേണ്ടായിരുന്നു അതിന്. അപ്പോൾ വന്നില്ല, തന്നില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളതിൽ കംപ്ലൈൻറ്റും ഇല്ല, ആരോടും പിണക്കില്ല. അപ്പോൾ ഇനി ആരെങ്കിലും വിളിച്ച് പാടിക്കുകയാണെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ദേവദൂതൻ. അവരാണ് ദേവദൂതന്മാരല്ലേ. നമുക്ക് മ്യൂസിക്കിനെ അത്രത്തോളം സ്നേഹിക്കുന്നുള്ളതാണ്. സ്റ്റേജ് ഷോസിൽ ചേച്ചി സജീവമാണ്, എത്രയോ വർഷങ്ങളായി സജീവമാണ്. എല്ലാ പ്രമുഖ പിന്നണി ഗായകരോടൊപ്പം ഈ പറഞ്ഞ പോലെ ബാക്കിലൊരു പടം ഇരിക്കുന്നുണ്ട് അവിടെ. അയ്യോ അതൊന്നും മറക്കാൻ പറ്റൂല. മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചേച്ചി ഒന്ന് പറയട്ടെ. അത് ഒന്നുമില്ല, അദ്ദേഹം കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ കമുകറ ഫൗണ്ടേഷൻ്റെ ആ വർഷത്തെ അവാർഡ്, കമുകറ അവാർഡ് വാണിയമ്മയ്ക്കാണ്. അപ്പം വാണിയമ്മയ്ക്ക് അവാർഡ് പ്രസൻറ്റ് ചെയ്യുന്നത് ബാലുജിയാണ്. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ചേർന്നിട്ടുള്ള പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൽ ബാലു സാറിൻ്റെ പാട്ടുകളൊക്കെ കൂടെ ചേർന്ന് പാടാനായിട്ട് ഞാനായിരുന്നു. റിഹേഴ്സലിന് പോകുമ്പോൾ നമുക്ക് ഇത്തിരി ഒന്ന് കണ്ട് സംസാരിച്ചൊക്കെ ഒന്ന് സെറ്റാകാമെന്നുള്ള പ്രതീക്ഷ ആണ് പോകുന്നത്. അദ്ദേഹത്തിന് ഫ്ലൈറ്റ് മിസ്സാവുകയോ അങ്ങനെ എന്തോ, അദ്ദേഹത്തിൻ്റെ ലഗേജ് വേറെ പോവുകയോ അങ്ങനെ എന്തോ ആയിട്ട് അദ്ദേഹത്തിന് റിഹേഴ്സലിനെത്താൻ പറ്റിയില്ല. അദ്ദേഹം റിഹേഴ്സലിനൊക്കെ കൃത്യമായ റിഹേഴ്സൽ ചെയ്തിട്ടൊക്കെ പ്രോഗ്രാമിന്, പുതിയ ഓർക്കസ്ട്രയാണല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നടന്നില്ല. സ്റ്റേജിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. സ്റ്റേജിന് പുറകിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഞാനാണ് കൂടെ പാടുന്നത്, എനിക്ക് പേടിയുണ്ട്, തെറ്റെന്തെങ്കിലും വരികയാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. പേടിക്കേണ്ട ഒരാവശ്യമില്ല, പേടിക്കരുത്, തെറ്റുകൾ ഉണ്ടാവണം, യു മേക്ക് മിസ്റ്റേക്സ് ബട്ട് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. അന്നതെനിക്ക് എന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് തന്നെ പാടിയാലും കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് പാടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ സ്റ്റേജിൽ കർട്ടൻ ഉയരുമ്പോൾ അയ്യോ ഗുരുജനങ്ങളെല്ലാം ഉണ്ട് ഫ്രണ്ടിൽ. എം ജി രാധാകൃഷ്ണൻ സാറ്, ശ്രീകുമാരൻ തമ്പി, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, ഈ മേനക സുരേഷ് ഏട്ടൻ, പപ്പി ചേച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ ഓഡിയൻസ് ആയിട്ട് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് അങ്ങനെ സെനറ്റ് ഹോളിലൊരു പ്രോഗ്രാമൊക്കെ അങ്ങനെ വരുന്നത് വളരെ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നത് ബാലുജിയുടെ. അപ്പം മ്യൂസീഷ്യൻസ് എല്ലാവരും ഉണ്ട്, ഓർക്കസ്ട്രയിലുള്ള ചേട്ടന്മാരും അനിയന്മാരും പിള്ളേർ സെറ്റും എല്ലാവരും ഉണ്ട്. അപ്പം എന്തായാലും മലരെ മൗനമയാണ് പാടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് നിന്ന് ഇങ്ങനെ പാടുകയാണ്, അദ്ദേഹം അടുത്തുണ്ട്, കണ്ണടച്ച് നിന്ന് പാടുകയാണ്. അപ്പം ഒരു വരി പാടിക്കഴിഞ്ഞപ്പോൾ കനവ് കണ്ട് എന്തൻ കൺകൾ മൂടി കിടന്നേ, കണ്ണുകൾ മൂടി വെച്ച് പാടുകയാണ്. അപ്പം എങ്ങനെ കണ്ണ് മൂടി കിടന്നേൻ, ഇപ്പോഴും കണ്ണ് മൂടിയിട്ടാണല്ലോ ഇരിക്കുന്നത്, ഇനി ഒന്ന് കണ്ണ് തുറന്ന് പാടുക എന്ന് ഇങ്ങനെ ചോദിച്ച ആ മൊമെന്റിൽ ക്ലിക്ക് ചെയ്ത ഫോട്ടോ ആണിത്, ലൈവില് പാടിക്കൊണ്ടിരിക്കും. അതെ. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ പാടി. അപ്പം നമ്മളോട് ഓർക്കസ്ട്ര കൂടെ നിൽക്കണം. അപ്പം അല്ല, ലൈവ് ഓർക്കസ്ട്രയാണല്ലോ, ഒന്ന് ഇതൊന്നും അല്ല, ട്രാക്കോ അങ്ങനത്തെ ഒന്നും അല്ല. അപ്പോൾ ലൈവായിട്ട് അവർ വീണ്ടും അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രോഗ്രാംസിന് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഇപ്പം ഗിറ്റാർ പീസോ ഫ്ലൂട്ട് പീസോ ഒക്കെ ഗംഭീരമായിട്ട് വായിച്ചതാണെങ്കിൽ ഡു ഇറ്റ് വൺസ് അഗെയിൻ എന്ന് പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. കോറസ് സിംഗേഴ്സിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തിനോടൊപ്പം നിർത്തി അപ്ലോസ് കൊടുക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്യും. എന്നെയും അങ്ങനെ പറഞ്ഞു ഈ പാട്ട് പാടിക്കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ട്രിവാൻഡ്രത്തെ നിങ്ങളുടെ സിംഗറാണ്, നിങ്ങളിങ്ങനെ അതായ പോരാ, വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞ് പിന്നെയും കൈയടിപ്പിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം. ആ ഒരു സ്റ്റേജ് മറക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ അത് മാത്രമല്ലല്ലോ, വേറെ ഉണ്ടല്ലോ സ്റ്റേജുകൾ മറക്കാത്തത്. ഈ പറഞ്ഞ യേശുദാസിനോടൊപ്പം ശ്രീകുമാറിനോടൊപ്പം പറയാം കേൾക്കട്ടെ. ദാസാറിനോടൊപ്പം പാടുന്നത് പെരുമ്പാവൂർ ഒരു പ്രോഗ്രാമിനാണ്. അപ്പോൾ റിഹേഴ്സൽ ആ സമയത്ത് അദ്ദേഹം ഇല്ല, റിഹേഴ്സലൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. വൈകുന്നേരം പ്രോഗ്രാമിൻ്റെ സമയത്ത് ആദ്യമായി കണ്ട നാൾ ഈ പാട്ട്, അതുപോലെ പൊന്നിൽ കുളിച്ചു നിന്നു ഈ പാട്ടൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്ത്
അപ്പം ദാസാറിൻ്റെ ഒപ്പയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇവർക്ക് പേടി മാത്രമേ ഉള്ളൂ. സത്യമാണ്, അത് ടെൻഷൻ തന്നെയാണത്. പക്ഷേ അദ്ദേഹം വളരെ പ്ലീസിങ് ആയിട്ടായിരുന്നു. ഒന്ന് പാടിക്കഴിഞ്ഞപ്പം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര അവാർഡിന് തുല്യമാണ് ബിനോയ്, ഇല്ലേ? നമ്മുടെ ബിഗിനിങ് സ്റ്റേജസ് ആണ് അതെല്ലാം. ആ സമയത്ത് അങ്ങനെയുള്ള വാക്കുകൾ കിട്ടുന്നത് പോലും ഭയങ്കര വിലപിടിപ്പുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ജയചന്ദ്രൻ മാഷിൻ്റെ കൂടെ ഞാൻ US പോയിട്ടുണ്ട്. മാഷ് 10 വർഷങ്ങൾക്ക് ശേഷം US ചെന്ന സമയം അത് ഇങ്ങനൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ് പാട്ടുകൾ, നമ്മൾ പാടുന്ന സോളോസൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഈ സൈഡിലിരുന്നിട്ട് അത് പാടിക്കഴിഞ്ഞ് അന്ന് ഞാൻ ഒരുപാട് പാടിയത് ഈ പാട്ട്, ഇതൊക്കെ പാടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അസലായിടോ നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ MG ശ്രീകുട്ടൻ ചേട്ടനുമായിട്ടും ഒരുപാട് സ്റ്റേജുകൾ പാടി. ശ്രീകുട്ടൻ ചേട്ടൻ ഒത്തിരി റെക്കോർഡിങ്സ് ആയിട്ട് ചെന്നൈയിൽ ബിസി ആയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ടൊക്കെ അദ്ദേഹം അവിടെ പാടി വന്നിട്ട് തിരിച്ച് പ്രോഗ്രാമിന് പോകുമ്പോൾ കതിരോലപ്പന്തലൊരുക്കി ഇപ്പം നല്ലൊരു പടത്തിന് വേണ്ടി ഒരു പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പാടിത്തരും. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമും അതുപോലെ അത് ഞാൻ അതിലേക്ക് വരികയാണ്. MS വിശ്വനാഥൻ സാർ, MSV, അയ്യോ, അത് ഈ പറഞ്ഞ പോലെ ഫേസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഒത്തിരി പാട്ടുകൾ, ഞാൻ എന്തെങ്കിലും പറയണോ അതേപ്പറ്റി? ഒന്നുമില്ല, എന്തെല്ലാം പാട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി പാട്ടുകൾ എന്ന് വെച്ചാൽ തമിഴിലെ പാട്ടുകൾ തന്നെ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പാടിയത് ഇതാണ്. കഥ എഴുത് കണ്ണീരിൽ എഴുതാതെ മஞ்சள் വാനം தென்றல் சாட்சி ഉനക്കാകവേ ഞാൻ വാഴുகிறேൻ. അപ്പോൾ ഇത് ആ പ്രോഗ്രാമിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും പഠിക്കുന്നതും. പിന്നെ ഭാരതി കണ്ണമ്മ ആണ്, അതാണ് ഭാരതി കണ്ണമ്മ, അതിലെ ആ പാട്ടുകൾ. പിന്നെ മലയാളത്തിൽ തന്നെ കുറേ ഉണ്ടല്ലോ, നമ്മുടെ വീണപ്പൂവേ കുമാരനാശാന്റെ, പിന്നെ നിശീധിനി ഇത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ, ഈ പാട്ടുകളൊക്കെ ഇതൊക്കെ നല്ല ഹെവി സോങ്സാണ്. ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സിംഗറുടെ ഒരു കാലിബർ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട്, ആ നിമിഷത്തിൻ്റെ എന്നൊരു പാട്ട്, ബാ വന്നിരിക്കുക ഇതൊന്ന് പാട് എന്ന് പറഞ്ഞ് അവരത് പാടുന്നത് കേട്ടാൽ മനസ്സിലാവും. പിന്നെ ഒരു ടെസ്റ്റും വേണ്ട, പാസ്സായോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു പാട്ട് പാടിച്ച് നോക്കുമ്പോൾ. അല്ലെങ്കിലും സ്വയം കേട്ടോ നമുക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഈ വൈയായികകളൊക്കെ വന്ന് തൊണ്ട അടഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്കറിയാം എല്ലാ സിംഗേഴ്സിനുള്ളൊരു ടെൻഷനാണത്. നമ്മൾ കുറച്ച് ദിവസം ആ റഫ്നെസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് എന്നൊക്കെ മുകളിൽ നോക്കും. പക്ഷെ ഞാൻ ഒരു പടിയും കൂടെ ഞാൻ ഈ പാട്ടിലുള്ള ആ ഒരു അറിയാതെ നീ അറിയാതെ ഇത് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത്, ഇത് കിട്ടുമെങ്കിൽ പ്രേതം കിട്ടും എന്ന് വെറുതെ അല്ല, തൊണ്ട ഓക്കെ ആവണ വരെ നമുക്ക് ഞാൻ അങ്ങനെ ഒരുപാട് കെയർ കൊടുക്കുമെന്ന് വെച്ചാൽ അതൊരു അഹങ്കാരമായി കരുതരുത് കേട്ടോ. ശീലിച്ചു വന്ന ഒരു ഇതാണ്. ഇച്ചിരി അഹങ്കാരത്തിന്റെ പ്രശ്നം ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഒരുക്കം ഇച്ചിരി കൂടുതലാണ്. എഴുത്തേ മാല അതിപ്പോ ഇപ്പൊ അതൊക്കെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇരിക്കാൻ, ഇങ്ങനെ പ്രസന്റബിൾ ആയിട്ട് പോകാൻ. ഞാൻ ഒരുപാട് ഓവർ ആവുന്നില്ല എന്നാണ് എൻ്റെയും വിശ്വാസം. കാരണം എന്താ വെച്ചാൽ അന്ന് കണ്ടത് എങ്ങനെയോ അതുപോലെ, വളരെ പണ്ട് കണ്ട പോലെയല്ല കേട്ടോ, വളരെ പണ്ട് എനിക്ക് എൻ്റെ തന്നെ ചാനൽ എനിക്കൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റിൽ സരിഗമ ചെയ്ത് കുറേ അവർ ചെയ്യുന്നത് കണ്ട് പഠിച്ച് പിന്നെ ആദ്യമൊക്കെ ചെയ്ത് മഹാ ബോറായി. ഇപ്പോൾ കൽപ്പന ചേച്ചി മരിച്ചുപോയി പാവം. കൽപ്പന ചേച്ചിയാണ് ആദ്യമായിട്ട് അറേബ്യൻ ഡ്രീംസിൻ്റെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നീ ഇങ്ങനെയൊക്കെയാണോ ഇടുന്നത്, ഇതിലിങ്ങനെ മിക്സ് ചെയ്യണം, ഇതിങ്ങനെ മിക്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെത്താനെ ചെയ്ത് കുറേ ചെയ്ത് ഇപ്പോൾ ഭയങ്കര സംഭവം നല്ല കേട്ടോ. ഞാൻ പറയണേ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി എത്ര ഒരു ഷൂട്ടിനാണെങ്കിലും ഒക്കെ പോകാൻ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഓരോരുത്തർക്ക് കൊണ്ടുപോകണ കാലമല്ലേ ബിനോയ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ തന്നെത്താനെ പറ്റാവുന്ന വിധത്തിൽ ഓവറാവാതെ ആർക്കും ബോറ് എന്ന് പറയാത്ത വിധത്തിൽ ഒരുങ്ങി നടക്കാൻ. ചോദിക്കാനുള്ള കാര്യം ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ
ആരോ ഒരു വികടൻ വന്നിട്ടിരിക്കുന്ന ഒരു കമൻ്റാണ്. അല്ല, അത് വേണം. അത് ഇപ്പോൾ എന്താ പറയുക, പാട്ട് കേൾക്കുന്ന കാലം മാറിയിട്ട് പാട്ട് കാണുന്ന കാലത്തിലേക്ക് എത്തി ഇല്ലേ? സത്യമല്ലേ അത്? അതെ. നമ്മൾ അപ്പം ഒരുപാട് ഞാനൊക്കെ ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് തരാതരമായിട്ടുള്ള മേക്കപ്പുകളും ഡ്രസ് ചേഞ്ചും അതും ഞാൻ എന്നെ എന്ന് കാണണം അന്നോട്ട് ഞാൻ ഇങ്ങനെയല്ലേ ബിനോയ്, ഈ ഒരു സ്റ്റൈൽ തന്നെയല്ലേ. അതെനിക്കിഷ്ടമാണ്. അങ്ങനെയെങ്കിലും ഇരിക്കണം നമ്മൾ. ഞാൻ ചോദിക്കുന്നത് ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഒരു മറുപടി പറയുന്നത് എന്നുള്ളതാണ്. കാര്യം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പലതരത്തിൽ അഭിപ്രായം പറയും. ഏത് വിഷയത്തിലും റോക്കറ്റ് സയൻസിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്ന അക്ഷരാഭ്യാസം ഇല്ലാത്തവർ ധാരാളം ഉള്ള സ്ഥലമാണ് സോഷ്യൽ മീഡിയ. ഒരു പകുതിയിലും അഭിപ്രായം പറയും. ഞാൻ പറയാം, അതുകൊണ്ടാണോ ചേച്ചി ഇങ്ങനെ ഒരു മറുപടി പറയുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ്? അല്ല, ഒരിക്കലും അല്ല, അതുകൊണ്ടൊന്നല്ല. ഞാനിതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കിങ്ങനെ ഇരിക്കാനാണ് ഏറ്റവും കംഫർട്ടബിൾ. ഇതല്ലാതെ ഉള്ള രീതിയിൽ നമ്മൾ കാഷ്വലായിട്ട് പോകുന്ന സമയത്തൊക്കെയും ഞാൻ ആ രീതിക്കാണ് പോകണം. അല്ല നമ്മളിങ്ങനെ ഇതുപോലെ ഇത്രയും മേക്കപ്പ് ഇട്ട് സാരി ഇട്ട് മാല ആഭരണങ്ങളിട്ട് നമ്മളൊരു എന്ത് കാര്യത്തിനാണോ പോണത് അതിന് ഉതകുന്ന രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ശരി, അതല്ല ഞാൻ ചോദിക്കുന്നത്. ചേച്ചിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരെങ്കിലും ഇത് ശരിയല്ല, ഇത് ഇച്ചിരി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, അതില്ല. പക്ഷേ അപ്പോഴും ആൾക്ക് ഈ ഇന്റർവ്യൂ കണ്ട് സമാധാനം ആവുകയാണെങ്കിൽ സമാധാനം ആയിക്കോട്ടെ. ഒരല്പം ശാന്തി കിട്ടുന്നേ കിട്ടിക്കോട്ടെ അല്ലേ? ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ സഹോദര. ഒരു കാര്യം കൂടെ, ഈ തരങ്കിണിയായിട്ട് ചേർന്ന് കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. തരങ്കിണി ഒരു ചെറിയ ബ്രാൻഡല്ല. ഓ പിന്നെ അയ്യോ, തരങ്കിണി ഇപ്പോഴും നമ്മൾ അതിൻ്റെ മുമ്പ് കൂടെ പോകുമ്പോൾ അവിടെ ഇപ്പോൾ ആ തരങ്കിണി ഇല്ല, വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ് അവിടെ. പക്ഷെ ഇപ്പോഴും അവിടെ ഒരു മരമുണ്ട്. നമ്മൾ ആ മരത്തിൻ്റെ മൂട്ടിലൊക്കെ നിന്നിട്ട് ഒരുപാട് കോറസൊക്കെ പാടി തുടങ്ങിയ സമയത്ത് തരങ്കിണിയിൽ പോയി തുടങ്ങുന്നതാണ് കോറസ് പാടാൻ. പിന്നെ ദെൻ ട്രാക്ക് പാടി, പിന്നെ അവിടുന്ന് മൂവീസിൽ പാടാനായിട്ട് 1-2 മൂവി അവിടെ തന്നെയായിരുന്നു. ആദ്യം പാടിയ പണ്ട് രാജകുമാരി അവിടെ തന്നെ എടുത്ത്. ദെൻ സമാന്തരങ്ങൾ ഇതും അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. പിന്നെയാണ് വേറെ സ്റ്റുഡിയോകളിലേക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ റെക്കോർഡിങ്സ് അന്ന് തരങ്കിണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാറി തുടങ്ങിയത്. അപ്പോൾ തരങ്കിണിയെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മൾ തരങ്കിണിയിൽ കോറസ് പാടാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഉത്സവമായിരുന്നു. ഒരു 3 ദിവസത്തെ ഒരു വർക്ക്. അത് രാവിലെ എപ്പോൾ കമ്പോസർക്ക് എപ്പോൾ ഒരു കോറസ് പോർഷൻ അല്ലെ ആഡ് ചെയ്യണമെന്ന് തോന്നിയാലും നമ്മളവിടെ അവൈലബിൾ ആയിരിക്കും, നമുക്ക് പറഞ്ഞു തരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. നമ്മൾ ഈ പറയുന്ന സമയം അല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തമാശകളും കളികളും ഒക്കെയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന്. പഠിപ്പല്ലാതെ നമുക്ക് പിന്നീട് പോകാനുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ രവീന്ദ്ര ജെയിൻ സാറിൻ്റെ ആവണിപ്പൂച്ചുണ്ട്. അതിലൊക്കെ ഒരുപാട് ആ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നില്ലേ? ഏതാണ്? അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, ഓ അത്തപ്പൂവേ. അതുപോലെ ഒരു തുമ്പി വന്നു ചൊല്ലി ഒരു തുമ്പപ്പൂവിൻ കാതിൽ. പിന്നെ ഒരുപാട് പാട്ടുണ്ട്. പൊന്നോണം പൊന്നോണം ഒന്നാമോണം പൊന്നോണം, പി ഭാസ്കര മാഷിൻ്റെ വരികൾ. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കഴിഞ്ഞ് ആൽബം ഹിറ്റ് ആൽബംസൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ശ്രാവണ സംഗീതം എന്ന് പറഞ്ഞ ഒരു ആൽബം ഇറങ്ങി. അതിൽ 2 സോങ് ഞാനാണ് പാടിയത് ബിനോയ്. അതും എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. ദാസാറിൻ്റെ ഒപ്പം ഒരു ഡ്യുവറ്റും പിന്നെ ഒരു സോളോ സോങ്. ആ സോളോ സോങ് ഞാനിപ്പോൾ ഒന്ന് പാടട്ടെ. അത് വരികൾ യൂസഫ് അലി കേച്ചേരി സാറായിരുന്നു, NP പ്രഭാകരൻ മാഷായിരുന്നു മ്യൂസിക്. മാരൻ രസികനെടി തോഴി മാരൻ രസികനെടി തോഴി ഉത്രാടരാത്രിയിൽ ഉറക്കിയില്ലവനെന്നെ ഉത്രാടരാത്രിയിൽ ഉറക്കിയില്ലവനെന്നെ അലർശര സരസിലെ അരയന്ന പിടയാക്കി എൻ്റെ മാരൻ രസികനെടി. ഇങ്ങനെ ഒരു പാട്ട്. പിന്നെ ജനൽ തിരശീലമെല്ലെ ഇളം കാറ്റിലുലഞ്ഞപ്പോൾ അനങ്കനെ മുറ്റത്തു കണ്ടു ഞാൻ. ഇങ്ങനെ ഒരു ഡ്യൂറ്റുണ്ട്. ഇതിലും
കുറച്ച് വരികൾ. അപ്പോൾ ദാസാർക്കൊപ്പം വളരെ മുമ്പ് ഡ്യുവറ്റ് പാടിയത് ഇതാണ് ആദ്യം. മറ്റേ ഗോരിത്തര ഗാവുപട എന്നുള്ള പാട്ട് രവീന്ദ്ര ജെയിനാണ് മ്യൂസിക്. നമ്മുടെ സുജാതയിലെ കാളിദാസന്റെ കാവ്യഭാഗങ്ങൾ ഇങ്ങനെ പിന്നെ സുഖം സുഖകരം ബാലചന്ദ്രമേനോന്റെ പടത്തിൽ അങ്ങനെ കുറച്ച് മലയാളത്തിൽ ഹിന്ദിയിലും ഒക്കെ ആയിട്ട് എത്രയോ പാട്ടുകൾ പ്രശസ്തമായ യേശുദാസ് വിളിച്ചോണ്ട് വന്നായിരിക്കുമല്ലേ തരംഗണിയിലേക്ക്? അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ ആ ആൽബം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പാട്ടുകളായിരുന്നു എല്ലാം. പക്ഷേ ശരിക്കും ഞാനിത് പറയുമ്പോൾ ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ ഫ്യൂച്ചറിനൊരു ആശംസയൊക്കെ പറഞ്ഞു പോകുന്നൊരു പതിവുണ്ട്. പക്ഷെ ഞാൻ എന്ത് പറയാനാണ്, കാര്യം രവീന്ദ്ര ജെയിൻ, യേശുദാസ്, യൂസഫ് അലി കേച്ചിയുടെ ലിറിക്സ് പാടി ഈ പറഞ്ഞതുപോലെ പാടി. അല്ല, യൂസഫ് അലി കേച്ചേരി വേറൊരു ലെവലാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഒരു നമ്മൾ വേറൊരു തരത്തിൽ കാണുന്ന അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള റൈറ്റർ മോശമാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ ഒരുപാട് ജ്ഞാനിയായ വേറൊരു വലിയ തലത്തിൽ നിൽക്കുന്ന ആളാണ് യൂസഫ് അലി കേച്ചേരി. അപ്പൊ ഞാൻ പറഞ്ഞ അത്തരം ഒന്നുകൂടി പറയട്ടെ, കാവാല നാരായണൻ പണിക്കർ പാടി അതൊരു ആൽബത്തിന് വേണ്ടിയിട്ടാണ് പാടി. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഈ വലിയ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യരുമായിട്ടൊക്കെ ജോലി ചെയ്തിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ദേവദൂതൻ റിലീസ് ചെയ്തപ്പോൾ ഇപ്പം വന്നിരുന്നിട്ട് പ്രതിചേച്ചിയോട് സംസാരിച്ചിട്ട് ഇനി വല്ല ചാൻസും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്ന ഒരു അർത്ഥശൂന്യതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അത് വരുന്നത് വളരെ സന്തോഷം അല്ലേ. ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും കൂടുതൽ ചാൻസുകൾ കിട്ടുന്നത് എന്തുകൊണ്ടും സന്തോഷം തന്നെയാണ്. വന്നില്ല എന്ന് വെച്ചിട്ട് കംപ്ലൈൻറ്റും ഇല്ല, ഹാപ്പിയാണ് ഡെഫിനറ്റ്ലി. എല്ലാ ആശംസകളും നേരെയാണ്. കാര്യം പി വി പ്രീതയുടെ ഒരുപാട് പാട്ടുകൾ ഇനിയും മലയാളി കേൾക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് എപ്പോഴും ആ പാട്ടിൽ അങ്ങനെ നിൽക്കുക, സ്റ്റുഡിയോകൾ കയറി ഇറങ്ങി ഇങ്ങനെ പാറി നടക്കുക, ആ ഒരു ആത്മഹർഷവും അതുപോലെ അത് കേൾക്കുമ്പോൾ ആസ്വാദകർക്കുണ്ടാകുന്ന സന്തോഷം, ഇത് രണ്ടും ഭദ്രമായി തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു ബിനോയ്. എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ സീ ന്യൂസുമായിട്ട് പങ്കുവയ്ക്കാൻ അതിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.